ഗസ സിറ്റിയെ പൂർണ്ണമായിട്ടും ഇസ്രായേലിനൊപ്പം ചേർക്കാൻ തന്നെയാണ് നെതന്യാഹുവിൻ്റെ പ്ലാൻ. അങ്ങനെയാണെങ്കിൽ ട്രംപ് വിചാരിച്ചതുപോലെ യുദ്ധം അവസാനിപ്പിച്ച് ഒരു മുന്നേറ്റത്തിൽ അതൊന്നും നടക്കില്ലല്ലോ ഇങ്ങനെ പോയാൽ. അല്ല, ട്രംപിന് ഈ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന, ഏറ്റവും ചർച്ചയാവുന്ന, ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന യുദ്ധം ഗസ യുദ്ധമാണ്, അല്ലേ? അതെ. ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. കാരണം ഹമാസിൻ്റെ അനുകൂലികളായിട്ടുള്ള മതതീവ്രവാദികൾ ലോകത്തെമ്പാടും ഉള്ളതുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ യുദ്ധം ചർച്ച ചെയ്യപ്പെടുന്നു. ഉക്രൈൻ യുദ്ധം ചർച്ച ചെയ്യുന്നതിൻ്റെ എത്രയോ മടങ്ങ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. കാരണം നോബൽ സമ്മാനം വേണം. നോബൽ സമ്മാനം എങ്ങനെയും വാങ്ങിയെടുക്കണം, ഞാനല്ലാതെ മറ്റൊരാളുണ്ടോ അതിനർഹൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് നെതന്യാഹുവിന് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു. ഈ യുദ്ധം തീർക്കാൻ വേണ്ടി വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കാൻ ട്രംപും നെതന്യാഹുവും ടെലഫോണിൽ സംസാരിക്കുന്നു. അവസാനം ട്രംപ് പറയുന്നതിനോട് യോജിക്കുന്നില്ല നെതന്യാഹു. കാരണം നെതന്യാഹു കുറച്ചായിട്ട് പറയുന്നുണ്ട് ഗസ മുഴുവൻ ഇസ്രായേലിൻ്റെ കയ്യിലല്ല. ഗാസ സിറ്റി എന്ന് പറയുന്നൊരു പ്രദേശം, അതായത് ഗാസ സ്ട്രിപ്പിൻ്റെ ഒരു 25% വരുന്ന ഗാസ സിറ്റി പ്രദേശം ഹമാസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അങ്ങോട്ട് ഇസ്രായേലി സൈന്യം കയറിയിട്ടില്ല. അവിടെ കൂടെ കയറണം. അവിടെ കൂടെ കയറി ഹമാസിനെ പൂർണ്ണമായും തുടച്ചു മാറ്റണം. എന്നിട്ട് അതിൻ്റെ നിയന്ത്രണം കൂടെ ഏറ്റെടുത്ത് കംപ്ലീറ്റ് ഗാസ സ്ട്രിപ്പിൻ്റെ നിയന്ത്രണം തങ്ങളുടെ കയ്യിലേക്ക് വരണം. വളരെ വിചിത്രമായ ഒരു കാര്യം നെതന്യാഹു പറഞ്ഞത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു, ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഗാസ മുനമ്പിൻ്റെ നിയന്ത്രണം സമ്പൂർണ്ണമായി, അതായത് ഗാസ സിറ്റിയുടെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നിയന്ത്രണം ഇസ്രയേലുമായി നല്ല സൗഹൃദമുള്ള ഒരു അറബ് സേനയ്ക്ക് വിട്ടുകൊടുക്കും എന്നാണ് പറഞ്ഞത്. നമ്മൾ പറയുകയും ചെയ്തു, മിക്കവാറും അറബ് സേന എന്ന് ഉദ്ദേശിക്കുന്നത് ജോർദാൻ ആയിരിക്കും നമ്മൾ പറഞ്ഞത്. ഇന്നത് വാർത്ത വന്നിട്ടുണ്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അത്തരം ഒരു ആശയമാണ് നെതന്യാഹു വെക്കുന്നത്. ട്രംപിന് അങ്ങനെയല്ല. ട്രംപിന് രണ്ട് കാര്യങ്ങൾ അവിടെ താല്പര്യം. ഒന്ന്, ഗാസയുടെ 75% ഇപ്പോൾ ഇസ്രയേലിൻ്റെ കയ്യിലാണ്. അവിടെ അമേരിക്കയ്ക്ക് വേണം. ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് മൊത്തം തകർന്നടിഞ്ഞു പോയല്ലോ. ട്രംപിൻ്റെ മരുമകൻ്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തണം. ഒന്നത്. രണ്ടാമത്, യുദ്ധം വെടിനിർത്തി തനിക്ക് നോബൽ സമ്മാനം കിട്ടണം. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ സംഘർഷ ഭൂമിയായ ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കിയ മഹാനായ നേതാവ് എന്ന പേരിൽ ലോകത്ത് എങ്ങും അറിയപ്പെടണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വെടിനിർത്താൻ പറയുമ്പോൾ നെതന്യാഹു പറയുന്നത് പറ്റത്തില്ല. ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടണം. ഹമാസിനെ തുടച്ചു നീക്കണം. എനിക്ക് ഗാസ സിറ്റി കൂടെ പിടിക്കണം. എന്നിട്ടേ വെടിനിർത്തലിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നെതന്യാഹു പറഞ്ഞപ്പോൾ ഫോണിലൂടെ ട്രംപ് നെതന്യാഹുവിനെ ചീത്ത വിളിച്ചു എന്നുള്ള വാർത്ത ഇന്നലെ ഇസ്രയേലിലെ പത്രങ്ങളിൽ ജെറുസലേം പോസ്റ്റിലും ടൈംസ് ഓഫ് ഇസ്രയേലിലൊക്കെ വന്നിരുന്നു. ഷൗട്ട് ചെയ്തു ട്രംപ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇസ്രയേലിൻ്റെ മന്ത്രാലയം അത് നിഷേധിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന ഒഫീഷ്യലി ഒരു നിഷേധക്കുറിപ്പും വന്നു. ഏതായാലും ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും ട്രംപും തമ്മിൽ അത്ര നല്ല ബന്ധമൊന്നുമല്ല. ഇപ്പം നല്ല വിള്ളൽ മുമ്പേ ഉണ്ട്. ഓർക്കുന്നില്ലേ, നെതന്യാഹുവിനെ ആക്ഷേപിച്ചുകൊണ്ട് മുമ്പ് പോസ്റ്റ് ചെയ്ത, ബൈഡൻ ജയിച്ചപ്പോൾ പ്രശംസിച്ചതിനെ ചീത്ത വിളിച്ച ആ പോസ്റ്റ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിൻ്റെ തലേദിവസം റീപോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ മറന്നിട്ടില്ല എന്നുള്ളത്. ജയിച്ച ആളെ അഭിനന്ദിച്ചതിൻ്റെ പേരിൽ ഇയാൾ മറ്റേ എഫിൽ തുടങ്ങുന്ന തെറിയാണ് വിളിച്ചത്. ഇതാണല്ലോ അയാളുടെ പ്രധാനപ്പെട്ട ഒരു ഭാഷ. അപ്പോൾ ഏതായാലും അതിൻ്റെ പേരിൽ കലാപം ഉണ്ടായി. അപ്പോൾ അവിടുത്തെ സൈനിക മേധാവി ഇയാൾ സമയം ഈ പറഞ്ഞ പോലെ ഈ ഗസ സിറ്റി കൂടെ പിടിച്ചെടുക്കുന്നതിന് അനുകൂലമല്ല എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. പക്ഷേ സർക്കാർ തീരുമാനിച്ചാൽ അതനുസരിക്കേണ്ടി വരും. അപ്പോൾ ആഭ്യന്തര സുരക്ഷാ ക്യാബിനറ്റ്, സെക്യൂരിറ്റി ക്യാബിനറ്റ് കൂടണമായിരുന്നു. ഇന്നലെ സെക്യൂരിറ്റി ക്യാബിനറ്റ് കൂടി 10 മണിക്കൂറാണ് ക്യാബിനറ്റ് ചർച്ച ചെയ്തത്. 10 മണിക്കൂർ ചർച്ചയ്ക്കൊടുവിൽ നെതന്യാഹുവിൻ്റെ പദ്ധതി, അതായത് ഇനി ശേഷിക്കുന്ന ഗാസ സിറ്റി കൂടി പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് സെക്യൂരിറ്റി ക്യാബിനറ്റ് അനുവാദം നൽകി. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, ഈ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ സിനുവിൻ്റെ മുന്നിരിപ്പുണ്ട്. അതിൻ്റെ ഇൻ്റർനാഷണൽ പേജിൽ ഓരോ ദിവസവും ഗാസയിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കണക്ക് പറയും. ഇന്നത് 60,000-ന് മുകളിൽ കിടന്നു. 60,000-ന് മുകളിൽ മരണം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. 60,000 എന്നുള്ള നമ്പർ ക്രോസ് ചെയ്തു. അപ്പോൾ ഗാസ സിറ്റി പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്ന ഹമാസ് അവിടെ സമ്പൂർണ്ണമായി കേന്ദ്രീകരിച്ചിട്ടുണ്ട്.
അവിടെ അവരുടെ തകർക്കപ്പെടാത്ത തുരങ്കങ്ങളുണ്ട്. അപ്പോൾ കാഷ്വാലിറ്റി കൂടുതലുണ്ടാവും, ജനങ്ങളെ മറയാക്കും. അതിലൊക്കെ ഉപരി അവിടെയാണ് അവശേഷിക്കുന്ന ബന്ദികളെ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ബന്ദികളെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമായിരിക്കും എന്നൊക്കെയാണ് സൈന്യത്തിൻ്റെ അഭിപ്രായം. പക്ഷേ സുരക്ഷാ ക്യാബിനറ്റ്, സെക്യൂരിറ്റി ക്യാബിനറ്റ് തീരുമാനമെടുത്ത സൈന്യത്തിന് അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഗാസ സിറ്റിയിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു കയറുമ്പോൾ അതിഭീകരമായ യുദ്ധം ഉണ്ടാവുകയും ഇതുവരെയുള്ള മരണനിരക്ക് 60,000 എന്നുള്ളത് ഇനിയും ആയിരങ്ങളായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. നഷ്ടപ്പെടുന്നത് യുദ്ധം വെടിനിർത്തലിലൂടെ അവസാനിപ്പിച്ച് നോബൽ സമ്മാനം മേടിക്കാൻ കാത്തിരിക്കുന്ന ട്രംപിൻ്റെ ഒരു സ്വപ്നം പൊലിയാണ്. കാരണം ട്രംപിനെ തള്ളിയിരിക്കുന്നു, വളരെ ലളിതമായി പറഞ്ഞാൽ ഇസ്രായേൽ തള്ളിയിരിക്കുന്നു. അപ്പോൾ ഒരു ന്യായമായൊരു സംശയം വരും, ട്രംപിനെ അങ്ങനെ തള്ളിയിട്ട്, ട്രംപ് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്, അമേരിക്കയെ തള്ളിയിട്ട് ഇസ്രായേലിന് നിലനിൽക്കാൻ പറ്റുമോ? കാരണം ഇസ്രായേലിന് പണം കൊടുക്കുന്നത്, ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നതൊക്കെ അമേരിക്കയാണ്. അതുകൊണ്ട് ഇസ്രായേലിന് അമേരിക്ക പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇസ്രായേൽ അമേരിക്ക പറഞ്ഞാൽ കേൾക്കാതിരുന്നിട്ടുണ്ട് ഒരുപാട് തവണ. ഇപ്പോൾ പോലും സത്യത്തിൽ ഇസ്രായേൽ അമേരിക്ക പറയുന്നതല്ല, ജൂതന്മാർ പറയുന്നത് അമേരിക്ക കേൾക്കുകയാണ് പതിവ്. കാരണം അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അമേരിക്കയിലെ ഈ ട്രംപ് തന്നെ പറയുന്ന ഒബാമ ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഡീപ് സ്റ്റേറ്റ്, സോറോസിൻ്റെ ഒരു ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചാണല്ലോ ട്രംപ് പറയുന്നത്. പക്ഷേ അമേരിക്കയിൽ മറ്റൊരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. അവരെക്കാളും ശക്തമായ, അമേരിക്ക എന്തു തീരുമാനിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്ന മറ്റൊരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അത് ജൂതന്മാരുടെ ഡീപ് സ്റ്റേറ്റാണ്. അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ വ്യാപാര, വാണിജ്യ, സൈനിക, ബൗദ്ധിക കേന്ദ്രങ്ങളിലെല്ലാം ഇരിക്കുന്നത് ജൂതന്മാരാണ്. ജൂതന്മാരുടെ സ്വാധീനത്തിന് വഴങ്ങിയാണ്. അമേരിക്ക ഒരു പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ കൺട്രിയാണ്. പക്ഷേ അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ജൂതന്മാർക്കാണ്. ഒരിക്കലും അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ വിടാൻ പറ്റില്ല. അമേരിക്കയുടെ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് സമ്മതിക്കത്തില്ല. അപ്പോൾ അവരുടെ ആഴത്തിൽ വേരൂന്നിരിക്കുന്നത് ഈ ജൂതന്മാർ വിചാരിക്കുന്നത് നടക്കുള്ളൂ, അമേരിക്കയുടെ പോളിസിയിൽ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേലിന് അമേരിക്കയെ പേടിയില്ലാത്തത്. ഇപ്പം ഇന്നലെ തന്നെ ഈ യുദ്ധം നിർത്താൻ, ശരി വെടിനിർത്തലൊക്കെ സമ്മതിച്ചു, വെടിനിർത്താൻ 5 പോയിന്റ്സ് വേണം എന്ന് നെതന്യാഹു പറയണം. അതായത് 1, ഹമാസിനെ സമ്പൂർണ്ണമായി നിരായുധീകരിക്കണം, ഹമാസ് സമ്പൂർണ്ണമായി ആയുധം വെച്ച് കീഴടങ്ങണം. രണ്ടാമത് എന്താ അറിയോ, 50 ബന്ദികളെ തിരിച്ചു കിട്ടണം. അതിൽ 20 പേരെങ്കിലും ജീവനോടെ ഉണ്ട്, ബാക്കി 30 പേരുടെ ജഡങ്ങളാണ്, അത് തിരിച്ചു കിട്ടണം. പിന്നെയുള്ളത് എന്താണ്, ഗാസ ഡീമിലിറ്ററൈസ് ചെയ്യാൻ, ഗാസയിൽ പട്ടാളം പാടില്ല, ഇനി സൈന്യം ഉണ്ടാകാൻ പാടില്ല. അതായത് പലസ്തീൻ്റെ ആണെങ്കിലും, പലസ്തീൻ ലിബറേഷൻ അസോസിയേഷൻ ഉണ്ടല്ലോ, പലസ്തീൻ ലിബറേഷൻ ആർമിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹമാസോ ഉൾപ്പെടെയുള്ള ഒരു സൈന്യവും അവിടെ ഉണ്ടെങ്കിൽ, സൈന്യമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മാത്രമായിരിക്കും. പിന്നെ ഭാവിയിൽ പൂർണ്ണമായും ഗസയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യത്തിന് മാത്രമായിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 5ാമത്തെ കാര്യം, പാലസ്തീൻ അതോറിറ്റി, ഹമാസ് ഇവർക്കൊന്നും സിവിലിയൻ ഭരണം കൈമാറാനും പറ്റില്ല. പാലസ്തീൻ അതോറിറ്റിയും കൊടുക്കില്ല, ഹമാസിനും കൊടുക്കത്തില്ല. ഇത്തരം 5 കണ്ടീഷൻസ് സെക്യൂരിറ്റി ക്യാബിനറ്റിൻ്റെ തീരുമാനമായിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് ഈ 5 കാര്യങ്ങളും ആരംഗീകരിക്കത്തില്ല, ഹമാസ് അംഗീകരിക്കുക. ഹമാസ് കംപ്ലീറ്റ് ആയുധം വെച്ച് കിട്ടണം എന്ന് പറഞ്ഞാൽ ഹമാസ് തീർന്നു. 2, ബന്ദികളെല്ലാം തിരിച്ചു കിട്ടണം, അവർ കൊടുക്കാൻ തയ്യാറില്ല. ഈ ബന്ദികൾ ഉള്ളതുകൊണ്ടാണ് ഹമാസ് ഒറ്റയടിക്ക് തീർക്കാത്തത്. പിന്നെ ഡീമിലിറ്ററൈസേഷൻ, അവിടെ ആരുടെയെങ്കിലും സൈന്യം ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഹമാസ് അംഗീകരിക്കത്തില്ല. ഇനി പലസ്തീൻ അതോറിറ്റിക്കും ഹമാസിനും ഭരണം കൈമാറത്തില്ല എന്ന് പറഞ്ഞാൽ അതും അവർ അംഗീകരിക്കത്തില്ല. അപ്പോൾ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ്, സെക്യൂരിറ്റി ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുന്ന 5 കാര്യങ്ങളും ഹമാസ് അംഗീകരിക്കത്തില്ല. അപ്പോൾ വെടിനിർത്തൽ എങ്ങനെയാണ് വരും? വെടിനിർത്തൽ സാധ്യമല്ല എന്ന് ഇസ്രായേൽ മന്ത്രിസഭയുടെ സുരക്ഷാ സെക്യൂരിറ്റി ക്യാബിനറ്റിൻ്റെ തീരുമാനമായി നെതന്യാഹു വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒപ്പം നിന്നത് ട്രംപ് പറഞ്ഞാൽ പോലും ഇസ്രായേൽ കേൾക്കൂല. അപ്പോൾ ട്രംപിൻ്റെ നൊബൽ സമ്മാന പ്രതീക്ഷ എല്ലാ യുദ്ധങ്ങളിലും അവസാനിപ്പിക്കുന്ന ആൾ എന്ന ഇമേജ് ഉണ്ടാക്കിയെടുത്ത് അക്കാഡമി അവാർഡ് മേടിക്കാനുള്ള ശ്രമത്തിന് വലിയ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഇസ്രായേൽ. നെതന്യാഹു പോടാ പുല്ലേ ട്രംപ് എന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, തൻ്റെ സർക്കാരിൻ്റെ തീരുമാനം എടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ അവിടെ വേറെ കാര്യമുണ്ട്. ഇപ്പം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പ്രശ്നമാണ്. ഇപ്പം UK
പ്രധാനമന്ത്രി കീർ സ്റ്റാമർ എതിർത്തിരിക്കുന്നു. ജർമ്മൻ ചാൻസലർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇനി ഇസ്രായേലിന് ആയുധം തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഫ്രാൻസ് എതിർത്തിട്ടുണ്ട്, സൗദി അറേബ്യ എതിർത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം എന്ന് സംഘടനയുണ്ട്. അതായത് ബന്ദികൾക്ക് വേണ്ടിയിട്ടും കാണാതായ ആളുകളുടെയും കുടുംബങ്ങളുടെ ഒരു സംഘടന. അവർ പറഞ്ഞിരിക്കുന്നു ഇത് ഇനി ശേഷിക്കുന്ന ബന്ദികൾക്ക് മരണവാറണ്ടാണ് ഈ സെക്യൂരിറ്റി ക്യാബിനറ്റ് തീരുമാനമെന്നും പറഞ്ഞ് ഇസ്രായേലി ജനങ്ങൾക്കിടയിലുള്ള ഒരു വിഭാഗത്തിനും പ്രതിഷേധമായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.